കോഴിക്കോട് ചാലപ്പുറത്ത് പീഡനശ്രമം ചെറുത്ത് 16-കാരി ഓടി രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. സംഭവത്തിൽ ബീഹാർ സ്വദേശികളായ 2 പേരെ കസബ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ട്യൂഷൻ കഴിഞ്ഞ് വരും വഴിയായിരുന്നു പീഡനശ്രമം. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം. 16 വയസ്സുള്ള ഒരു പെൺകുട്ടി പീഡനശ്രമം ചെറുത്തുകൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ്. അതും ഈ കേരളത്തിൽ. ബീഹാർ സ്വദേശികളായ 2 പേരെ ആണ് കസബ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. വിവരങ്ങൾ എന്തെല്ലാം? തീർച്ചയായും നീലിമ, ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത നമ്മൾ പുറത്തുവിട്ടത്. അതിൽ പ്രധാനമായും 16-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച 2 അന്യസംസ്ഥാന തൊഴിലാളികളാണ് പിടിയിലായത്. ഈ മാസം 28-ന് കുട്ടി ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴാണ് ഇത്തരത്തിൽ കുട്ടിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാവുന്നത്. തുടർന്ന് കുട്ടി ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസ് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ബീഹാർ സ്വദേശികളായ ഫൈസൽ അൻവർ, ഹിമാൻ അലി എന്നിവരെ കസബ പോലീസ് പിടികൂടുന്നത്. ഇവരെ പിടികൂടിയതും ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ മാത്രം കേന്ദ്രീകരിച്ച് താമസിക്കുന്ന ഒരു ഇടത്താവളത്തിലെത്തി പോലീസ് നേരിട്ട് ഇവരെ പിടികൂടുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇവരുടെ ഐഡിയും മറ്റ് രേഖകളും ഒക്കെ തന്നെ ചോദിച്ചപ്പോൾ ID ഒന്നും തന്നെ പോലീസിന് ലഭ്യമാക്കാൻ അല്ലെങ്കിൽ പോലീസിനെ ഏൽപ്പിക്കുവാൻ ഇവർ തയ്യാറായിരുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. പിന്നീട് നടന്ന ചോദ്യം ചെയ്യലിൽ അന്വേഷണത്തിലാണ് ബീഹാർ സ്വദേശികളാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഫൈസൽ അൻവർ, ഹിമാൻ അലി എന്നിവരെയാണ് കസബ പോലീസ് പിടികൂടിയത്. ആ പെൺകുട്ടിയെ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചായിരുന്നു പോലീസ് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തിയത്. കുട്ടിയുടെ പിന്നാലെ ഈ പ്രതികൾ എത്തുന്നു, ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, ചെറുത്തുനിൽപ്പൊക്കെ തന്നെയും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ഇത്തരത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നീലിമ, ആ ദൃശ്യങ്ങൾ കണ്ടാലറിയാം എത്ര പേടിയോടെയാണ് ആ കുട്ടി ഓടി വരുന്നത്. ആ കുട്ടിക്ക് ഉണ്ടായ ഒരു മാനസിക ബുദ്ധിമുട്ട്, ആ പേടി, ഇതൊക്കെ മറികടക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? കാരണം 2 പേർ ഉപദ്രവിക്കാൻ വരികയാണ്. ഭയചകിതയായി ഓടുന്ന ആ കുഞ്ഞിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലും. തീർച്ചയായും നീലിമ, ഈ സംഭവത്തിൽ ഏറ്റവും കൂടുതൽ പോലീസിനെ സഹായിച്ച മറ്റൊരു തെളിവ് എന്ന് പറയുന്നത് ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഒരു ചെരുപ്പ് കിട്ടിയിരുന്നു. ആ ചെരുപ്പ് സിമന്റിൽ പുരണ്ട വിധമാണ് ഈ ചെരുപ്പ് ലഭ്യമായത്. അതുകൊണ്ട് തന്നെ ഈ ആളുകൾ, അതായത് സിമന്റിൽ പുരണ്ട ചെരുപ്പ് ലഭ്യമായ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ കുട്ടിയെ ഉപദ്രവിച്ചവർ കെട്ടിട നിർമ്മാണ തൊഴിലിൽ ഏർപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളികളാണെന്നൊരു നിഗമനത്തിൽ പോലീസ് എത്തുന്നു. പിന്നീട് CCTVകളൊക്കെ തന്നെയും കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നു. ആ പരിശോധനയിലാണ് ഇത്തരത്തിൽ ചാലപ്പുറം ഭാഗത്ത് ഇത്തരത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ഇടമുണ്ടെന്നും ആ ഇടത്തിൽപ്പെട്ട ആളുകളാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത് എന്ന് പോലീസിന് മനസ്സിലാവുന്നത്. തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടി ഒരു 8:30 പോലീസ് ചാലപ്പുറത്തെത്തുന്നത്. കസബ CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടെ എത്തി ഇവരെ പിടികൂടിയത്. നീലിമ.